ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എയർ ഫ്രയർ സാധാരണയായിട്ട് കുക്കിംഗ് വീഡിയോ അല്ലേ ഉണ്ടാവാറ്. അപ്പം അത് കുക്ക് ചെയ്താൽ നമുക്ക് ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്താൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ആ ഒരു ക്ലീനിങ്ങും അതിൻ്റെ ഒരു മെയിൻ്റെനൻസും നല്ല രീതിയിലായാലും മാത്രമേ നമുക്കത് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ശരിയായ രീതിയിൽ നല്ല സ്മെല്ലൊന്നും ഇല്ലാതെ എങ്ങനെയാണ് എയർ ഫ്രയർ ക്ലീൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ എയർ ഫ്രയർ നമുക്ക് അൺപ്ലഗ് ചെയ്യണം. അപ്പം ഇതാ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അൺപ്ലഗ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫുള്ളും കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അൺപ്ലഗ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്താണോ കുക്ക് ചെയ്തത് അത് ബാസ്ക്കറ്റിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പം ഞാൻ ഫിഷ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇതാ ഫിഷ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആയിരിക്കും. അപ്പം ഈ സ്റ്റീലിലുള്ളതും അതുപോലെ നമുക്ക് സ്ക്രാച്ച് വരുന്ന സ്പൂണോ സ്പാച്ചിലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലത്തെ സിലിക്കോൺ സ്പാച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ ഇല്ലേ വുഡൻ സ്പാച്ചിലോ എല്ലാം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ആ പ്ലേറ്റിൽ ഇങ്ങനെ മസാലയെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ റിമൂവ് ആക്കാൻ പറ്റുന്നുള്ള ഒരു പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ചിലത് നമുക്ക് ഈ ബാസ്ക്കറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്ത ഐക്കൺ എയർ ഫ്രയർ നമുക്ക് ഈ ബാസ്ക്കറ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം യൂസ് ചെയ്ത ഈ ഒരു ഐക്കൺ എയർ ഫ്രയർ ആണ് കേട്ടോ. അപ്പം അപ്പോഴെടുത്ത വീഡിയോയിലുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് എയർ ഫ്രയറിന് ഈ ഒരു ബാസ്ക്കറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ആ റൗണ്ടിലുള്ള ആ ഒരു പ്ലേറ്റില്ലേ, അപ്പം എനിക്ക് MI എയർ ഫ്രയറിൽ അതൊരു സെപ്പറേറ്റ് പ്ലേറ്റ് ആയിട്ടാണ്. അപ്പം ഇതേപോലെ ഒരു റൗണ്ടായിട്ടുള്ള സെപ്പറേറ്റ് പ്ലേറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും മാറ്റാൻ പറ്റും. ഇതുപോലുള്ള എയർ ഫ്രയർ ആണെങ്കിൽ നിങ്ങൾ അത് സെപ്പറേറ്റ് മാറ്റിയെടുക്കാം കേട്ടോ. ഇത് രണ്ടും നമുക്ക് ഇത് വാഷ് ചെയ്യാനുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ MI എയർ ഫ്രയർ വാഷ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ അത് ഒഴിക്കാം. അപ്പം ഞാനിത് നോർമൽ വെള്ളത്തിലാണ് കേട്ടോ കഴുകിയെടുക്കാറ്. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡില്ലേ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ പാത്രമെല്ലാം കഴുകുന്ന ഒരു സ്പോഞ്ചില്ലേ ഈ സ്ക്രബ്ബർ, അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് കഴുകിയെടുക്കാറ്. അപ്പോൾ ഇതിനായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് മാറ്റി വെക്കാം. ഇനി നല്ല ആ സ്പോഞ്ച് വരുന്ന ഭാഗം കൊണ്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റീലോ അങ്ങനത്തെ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേപോലെ വേണം കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ പ്ലേറ്റ് ഞാൻ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ബാസ്ക്കറ്റിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ ഉണ്ടാവും കേട്ടോ മസാലയൊക്കെ. അപ്പം അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവാൻ. അപ്പോൾ ഇത് നമുക്ക് ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് വെച്ചിട്ട് ഇങ്ങനെ കഴുകിയെടുക്കണം. പിന്നെ നമ്മുടെ ബോക്സ് ഉണ്ടാവില്ലേ എയർ ഫ്രയറിൻ്റെ, അപ്പം അതിൽ ഇതേപോലത്തെ കാറ്റലോഗ് ബുക്ക് ഉണ്ടാവും. എല്ലാ എയർ ഫ്രയറിലും ഉണ്ടാവും കേട്ടോ. അതിൽ നമുക്ക് ക്ലീനിങ്ങും അതിൻ്റെ യൂസും മെയിൻ്റെനൻസൊക്കെ ഉണ്ടാവും കേട്ടോ എഴുതിയിട്ട്. അതൊന്ന് എന്തായാലും ഒന്ന് വായിച്ച് നോക്കണം. ഞാൻ വാങ്ങിയ സെയിം എയർ ഫ്രയർ ആണെങ്കിൽ 14ാമത്തെ പേജിലാണ് കേട്ടോ അതിൻ്റെ ക്ലീനിങ്ങും അതിൻ്റെ മെയിൻ്റെനൻസൊക്കെ ഉള്ളത്. അപ്പം ഇത് MI എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയർ ആണ്. എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. ഇതിൽ ഇനി നമുക്ക് ക്ലീനിങ് ചെയ്തത് നോക്കാം. ബാസ്ക്കറ്റെല്ലാം ടാപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റ് കിച്ചൺ ടവൽ വെച്ചിട്ട് ഞാൻ ആ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഡ്രൈ ആക്കിയിട്ട് വേണം ബാസ്ക്കറ്റ് എയർ ഫ്രയറിലേക്ക് വെക്കാൻ കേട്ടോ. നമ്മളിത് ഡെയിലി ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു പ്ലേറ്റും ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിലിക്കൺ ആണ് കേട്ടോ. അപ്പം ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ ഉണ്ടാവാൻ. നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറെല്ലാം യൂസ് ചെയ്തിട്ട് അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയാൽ നമ്മൾ ഫിഷും ചിക്കനെല്ലാം അതിൽ ഒട്ടിപ്പിടിക്കട്ടോ. പിന്നെ ബാസ്ക്കറ്റ് വെക്കുന്ന അവിടെ ഇല്ലേ, അവിടെ ഞാൻ തുണി ഉപയോഗിച്ചിട്ട് തുണി ഒന്ന് നനച്ചിട്ട്, അധികം നനവ് പാടില്ല, ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഇതും ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ രീതി തന്നെ ഫോളോ ചെയ്യുക. അപ്പം ഞാൻ എല്ലാ ഭാഗവും ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു നനവ് വേണം കേട്ടോ. ടവൽ കോട്ടൺ ടവൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇങ്ങനെ റഫായിട്ടുള്ള ടവലൊന്നും യൂസ് ചെയ്യണ്ട. ഇത്രയേ ഉള്ളൂ ക്ലീനിങ്. പിന്നെ അതിൻ്റെ മേൽഭാഗം വേണമെങ്കിൽ ഒന്ന് നമുക്ക് തുടച്ചു കൊടുക്കാം.
എന്തെങ്കിലും പൊടിയോ അതുപോലെ പിന്നെ ഓയിലിൻ്റെ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ നമുക്ക് തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫുഡിൽ നമ്മളിപ്പം ഫിഷ് ഉണ്ടാക്കി പിന്നെ കേക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു എയർ ഫ്രയറിൽ ഈ ഒരു ഗ്രില്ലിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതും നമുക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ എല്ലാം സെപ്പറേറ്റ് വേണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പ്ലേറ്റും ബാസ്ക്കറ്റും ഗ്രില്ലിൻ്റെ ഇതും എല്ലാം സെപ്പറേറ്റ് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എയർ ഫ്രയറിൻ്റെ ഈ ഒരു ഭാഗമൊന്നും നിങ്ങൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാനേ പാടുള്ളൂ. പിന്നെ ഞാൻ എയർ ഫ്രയർ ഒരു മാറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ ആയിട്ടാണ് കേട്ടോ വെക്കാറ്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും വെള്ളം ആയാൽ അത് എയർ ഫ്രയറിലാവുന്നതിനാണ് കേട്ടോ. ഈ ഒരു ക്ലീനിങ് വീഡിയോ എടുക്കാൻ കാരണം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് എയർ ഫ്രയർ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ അറിയാത്തവരുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വീഡിയോ ചെയ്യാമല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.